ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് മലായി പേട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ കുറച്ച് കൂടുതൽ പേട തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും നേർ പകുതി വെച്ചിട്ട് ഉപയോഗിച്ചാലും മതി. ആദ്യം 3 കപ്പ് റിക്കോട്ട ചീസ് ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. റിക്കോട്ട ചീസ് വാങ്ങിക്കാൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ പനീർ തയ്യാറാക്കുന്ന പോലെ കുറച്ച് പാല് തിളപ്പിച്ചിട്ട് അതിലേക്ക് നാരങ്ങാനീരോ കുറച്ച് വിനാഗിരിയോ ഒഴിച്ച് അതൊന്ന് പിരിഞ്ഞ് കിട്ടുമല്ലോ, എന്നിട്ട് അതിനെ അരിച്ചെടുത്ത് ഇതേപോലെ തയ്യാറാക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ റെഡിമെയ്ഡ് പനീർ മേടിച്ചിട്ട് അതിൻ്റെ തണുപ്പ് മാറിക്കഴിയുമ്പോൾ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതി. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് ചൂടായി തുടങ്ങുമ്പോഴത്തേക്ക് നന്നായി ഇതേപോലെ ലൂസായി വരും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ഇടയ്ക്ക് അതനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ആ നെയ്യ് അതിലേക്ക് പിടിക്കത്തക്ക രീതി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇത് നല്ല ലൂസായി തന്നെ ഇരിക്കുകയാണ്, ഇതിലെ വെള്ളമൊക്കെ നന്നായി വറ്റാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് 1.5 കപ്പ് പാൽപ്പൊടി ഒന്ന് അരിച്ച് ചേർക്കാം. അതൊരു അരിപ്പയിലൂടെ അരിച്ച് കുറേശ്ശെ വേണം ചേർക്കാൻ, ഇല്ലെങ്കിൽ അതിലേക്ക് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ റിക്കോട്ട ചീസ് എടുത്തത് 3 കപ്പാണ്, അതിൻ്റെ നേർ പകുതി പാൽപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ 3 കപ്പ് റിക്കോട്ട ചീസ് എടുത്തപ്പോൾ 1.5 കപ്പ് പാൽപ്പൊടി ചേർത്തു. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ബാക്കി പാൽപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കാം. ഞാനിവിടെ നിഡോയുടെ മിൽക്ക് പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ച് വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആക്കി എടുക്കണം. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടി 1.5 കപ്പ് സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ആദ്യം കുറച്ച് ചേർത്തിട്ട് ആവശ്യത്തിന് കൂടുതൽ വേണമെങ്കിൽ പിന്നെ ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ബാക്കി കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുക്കുന്ന ചീസിന് നേർ പകുതിയാണ് പാൽപ്പൊടി ചേർത്തത്. പാൽപ്പൊടി തീരെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് കുറുകി വരുന്നതിന് ഒരുപാട് സമയം എടുക്കും. ഇനി ഇത് നന്നായി കുറുകി സൈഡിൽ നിന്നൊക്കെ വിട്ടു വന്ന് ചെറിയൊരു കളർ വ്യത്യാസം വരും, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. പാനിലൊക്കെ കുറച്ച് ഒട്ടിപ്പിടിക്കുന്നതെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ റോസ് വാട്ടർ ചേർക്കാം. റോസ് എസൻസ് അല്ല, റോസ് വാട്ടർ. റോസ് വാട്ടർ ചേർക്കുമ്പോൾ എഡിബിൾ റോസ് വാട്ടർ ഉപയോഗിക്കണം, അതായത് ഫുഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന റോസ് വാട്ടർ കിട്ടും, അത് തന്നെയാണോ നോക്കി മേടിക്കണം. എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടി വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ കുങ്കുമപ്പൂ ചേർക്കാം. അപ്പം ഞാൻ ഇതൊന്നും ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കറക്റ്റ് ആയി കഴിയുമ്പോൾ നമ്മളിങ്ങനെ സ്പൂണിൽ കോരി എടുത്താൽ അത് നല്ല കട്ടിക്ക് തന്നെ ഇരിക്കും, അത് താഴോട്ട് വീഴാൻ പാടില്ല. ആ ഒരു പാകത്തിനാണ് നമ്മൾ കുറുക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇതിലെ വെള്ളമെല്ലാം വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ തവിയിൽ എടുത്തു കഴിഞ്ഞാൽ ഒട്ടും താഴെ പോകാത്ത രീതിയിൽ നല്ല കട്ടിക്ക് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇതുവരെ 6 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തത്. ഇനി ഇത് 1/4 മണിക്കൂർ തണുക്കുന്നതിനായിട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയാവും. തണുക്കാൻ വെക്കുന്ന സമയത്ത് ചെറുതായി ഒന്ന് അടച്ചു വെക്കണം. തുറന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗം കുറച്ച് ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഇത് റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ഷേപ്പ് ചെയ്യാനും പറ്റണം. പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പോലെ സോഫ്റ്റ് ആയിരിക്കണം. ഇനി ഇത് മുഴുവനും ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് തൂത്തിട്ട് ചെയ്താൽ മതി. ഇതേപോലെ ഡിസൈനുള്ള ഗ്ലാസ് ഉണ്ടെങ്കിൽ ആ പേടയുടെ മുകളിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നല്ലൊരു ഡിസൈൻ കിട്ടും. ഇല്ലെങ്കിൽ കുക്കി കട്ടറോ എന്തെങ്കിലും വെച്ചിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ വളരെ സിമ്പിളായിട്ട് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം 35 പേട ഈ ഒരു അളവിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പേട തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പാർട്ടി നടക്കുമ്പോഴോ അല്ലെങ്കിൽ പോട്ട്ലക്കിനോ അല്ലെങ്കിൽ ഫെസ്റ്റിവൽ ടൈമിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ്സ് ആണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പേടയുടെ സെയിം ടേസ്റ്റ് തന്നെയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ ദിവസം കേടാകാതെ സൂക്ഷിക്കുന്നതിനായി ഇതേപോലെ ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ ഒരു വാക്സ് പേപ്പർ ഇട്ടിട്ട് അതിന് മുകളിൽ ഇത് നിരത്തിയിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ സെർവ് ചെയ്യുന്നതിന് മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച് അതിൻ്റെ തണുപ്പ് മാറിയതിന് ശേഷം സെർവ് ചെയ്യും. അപ്പോൾ നന്നായി അത് അലിഞ്ഞു വരുന്ന പോലെ സോഫ്റ്റ് ആയിരിക്കും. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. അതേപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.
പിന്നെ പാചകലോകം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.